ഹലോ എവരി വൺ. ഇന്ന് നമ്മൾക്ക് വായനാറ്റം അഥവാ ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനും അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും വായനാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വായനാറ്റം വന്നു കഴിഞ്ഞാൽ ചൂയിങ്കം കഴിച്ചാൽ മതിയോ, അല്ലെങ്കിൽ വായനാറ്റം വന്നു കഴിഞ്ഞാൽ സ്പ്രേ അടിച്ചാൽ മാറുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ഉത്തരം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യമായിട്ട് വായനാറ്റം വരാനുള്ള കാരണങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ശുചിത്വമില്ലായ്മ. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ നാവിൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിലോ അല്ലെങ്കിൽ മോണയുടെ ഇടയിലോ ഒക്കെ പറ്റിപ്പിടിച്ച് കിടക്കുകയും ഇതിനുള്ളിൽ അനേറോബിക് ബാക്ടീരിയ വളർന്നിട്ട് ഈ ഭക്ഷണത്തിനെ വിഘടിപ്പിച്ച് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട്സിനെ റിലീസാക്കുകയും ചെയ്യും. ഈ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സിന്റെ മണമാണ് വായനാറ്റത്തിന്റെ രൂപത്തിൽ പുറത്തുവിടുന്നത്. രണ്ടാമത്തെ ഒരു കാരണം, നിങ്ങളുടെ വായയിൽ ഏതെങ്കിലും പല്ല് കേടായി കിടക്കുന്നുണ്ടാവും. ഈ കേടായ പല്ലിന്റെ ഇടയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കുടുങ്ങിയിട്ട് വായനാറ്റത്തിന്റെ രൂപത്തിൽ പുറത്തു വരാവുന്നതാണ്. മൂന്നാമത്തെ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ടങ് കോട്ടിങ്സ് ആണ്. പല്ല് എത്രത്തോളം വൃത്തിയാക്കി നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നാവും വൃത്തിയായിട്ട് ഡെയിലി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ റീസൺ ആയിട്ട് പറയാൻ സാധിക്കുന്നത് പുളിപ്പുള്ള സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഈ സിട്രസ് ഫ്രൂട്ട്സ് വായനാറ്റത്തിന് കാരണമാവാറുണ്ട്. മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്മെല്ലും വായനാറ്റത്തിന്റെ രൂപത്തിൽ പുറത്തു വരാറുണ്ട്. ഇനി വായനാറ്റത്തിന്റെ മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സിറോസ്റ്റോമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. സിറോസ്റ്റോമിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വായയിലുള്ള ഉമിനീരിന്റെ ഉൽപാദനം ക്രമാതീതമായിട്ട് കുറയുന്ന ഒരു കണ്ടീഷനാണ് സിറോസ്റ്റോമിയ. ഇത്തരം സാഹചര്യങ്ങളിൽ വായനാറ്റം കണ്ടുവരാറുണ്ട്. അഞ്ചാമത്തെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദഹന പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വായനാറ്റത്തിന്റെ രൂപത്തിൽ പുറത്തു വരും. ആറാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും അത് വായനാറ്റത്തിന്റെ രൂപത്തിൽ, എക്സാമ്പിൾ കഫക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ, ഈ കഫത്തിന്റെ ഒക്കെ സ്മെല്ല്, അതിനുള്ളിലുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടാക്കുന്ന ചിലതരം കെമിക്കൽസിന്റെ സ്മെല്ല് വായനാറ്റത്തിന്റെ രൂപത്തിൽ പുറത്തു വരാവുന്നതാണ്. ഇത്രയൊക്കെയാണ് വായനാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ സിമ്പിളാണ്. വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രഷിങ്, ഫ്ലോസിങ്, അതുപോലെ ടങ് ക്ലീനിങ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായനാറ്റം ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുന്നതാണ്. ദിവസേന 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുകയും 1 പ്രാവശ്യം ഫ്ലോസിങ് ചെയ്യുകയും 1 പ്രാവശ്യം ടങ് കോട്ടിങ്സ് റിമൂവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 80% വായനാറ്റവും കുറഞ്ഞു കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാവിറ്റി പോലെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ വായനാറ്റത്തിന്റെ കാരണം പെരിഡോണ്ടൽ ഡിസീസുകളായിരിക്കും, അല്ലെങ്കിൽ ജിഞ്ചൈവൈറ്റിസ്, പെരിഡോണ്ടൈറ്റിസ് പോലെയുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് പല്ലിന്റെ ഇടയിൽ ഈ നോർമൽ ടേമിൽ പറയുകയാണെങ്കിൽ ഇത്തിള് പോലെയുള്ള എന്തെങ്കിലും അടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇതും വായനാറ്റമായിട്ട് പുറത്തു വരാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ജിഞ്ചൈവൈറ്റിസ്, പെരിഡോണ്ടൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിനുള്ള സൊല്യൂഷൻ ആവുള്ളൂ. നാലാമത്തെ റീസൺ ആയിട്ടുള്ള ഈ ഒണിയൻ, ഗാർലിക്, സിട്രസ് ഫ്രൂട്ട്സ്, ഇതുമൂലമാണ് വായനാറ്റം ഉള്ളതെങ്കിൽ അതിന്റെ ഉപയോഗം ഒന്ന് കുറച്ചാൽ വായനാറ്റം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അഞ്ചാമത്തെ റീസൺ ആയിട്ടുള്ള ദഹന പ്രശ്നങ്ങൾ മൂലമാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് എടുക്കേണ്ടതാണ്. ഇനി സിറോസ്റ്റോമിയ പോലുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സും ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്. മെഡിസിൻസ് ആയിട്ടും ചൂയിങ്ഗംസ് ആയിട്ടും അങ്ങനെ പല ട്രീറ്റ്മെന്റും സിറോസ്റ്റോമിയയ്ക്കും ഇന്ന് അവൈലബിൾ ആണ്. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് കിംചി, തൈര്, യോഗർട്ട് പോലെയുള്ള പ്രോബയോട്ടിക് ഫുഡുകൾ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കും. ഇതുവഴി നിങ്ങളുടെ വായനാറ്റം ഗട്ട് ഹെൽത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുന്നതാണ്. വായനാറ്റം വന്നു കഴിഞ്ഞാൽ ചൂയിങ്കം ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മൗത്ത് സ്പ്രേ അടിച്ചത് കൊണ്ടോ ഒന്നും വായനാറ്റം മാറാൻ പോകുന്നില്ല. പെർമനന്റ് ആയിട്ട് വായനാറ്റം മാറണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് വായനാറ്റം വന്നതെന്നും
അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വായനാറ്റം അവിടെ തന്നെ കിടക്കുകയും ടെമ്പററി ആയിട്ട് ചിലപ്പം കുറച്ച് സമയത്തേക്കൊക്കെ ഈ സ്പ്രേ അടിച്ചതുകൊണ്ടോ ചുയിങ്ക യൂസ് ചെയ്തതുകൊണ്ടോ കുറവുണ്ടാവും. എന്നാൽ അതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് കാരണമാണ് നിങ്ങൾക്ക് വായനാറ്റം വന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.